ചൈനയിൽ വലിയ രീതിയിലുള്ള മഴക്കെടുതികളും വെള്ളപ്പൊക്കങ്ങളും കൊണ്ട് ചൈന ഇപ്പോൾ പൊറുതിമുട്ടുകയാണെന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ്. തീർച്ചയായും ഈ ദൃശ്യങ്ങൾ യൂട്യൂബിൻ്റെ കോപ്പിറൈറ്റ് വയലേഷൻ അനുവദിക്കുകയാണെങ്കിൽ നിങ്ങളെ കാണിക്കുന്നതാണ്, അതൊന്നും വന്നില്ലെങ്കിൽ കാണിക്കുന്നതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഫ്ലഡാണ് ചൈന ഇപ്പോൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നത്. ഗ്യൂഷു എന്ന് പറയുന്ന ചൈനയുടെ ഒരു പ്രദേശത്ത് നേച്ചറിൻ്റെ റാത്ത് ഉണ്ടായിരിക്കുകയാണ്, അതായത് പ്രകൃതിക്ഷോഭം ഉണ്ടായിരിക്കുകയാണ് എന്നാണ് ഈ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഡൂലിയു റിവർ എന്ന് പറയുന്ന ഒരു നദി, ഡൂലിയു നദി ഇപ്പോൾ കര കവിഞ്ഞു ഒഴുകിയിരിക്കുകയാണ്. 11 മീറ്റർ നോർമൽ ലെവലിൽ നിന്നും ആ നദി ഉയർന്നിരിക്കുന്നു, വെള്ളം ആ നദിയിൽ ഉയർന്നിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. എൻറ്റയർ നെയ്ബർഹുഡുകളെ, അതായത് അതിൻ്റെ ചുറ്റുപാടുമുള്ള സകല വീടുകളും കാര്യങ്ങളും കടകളും കച്ചവട സ്ഥാപനങ്ങളും എല്ലാം തന്നെ അത് സമ്പൂർണ്ണമായി വിഴുങ്ങിക്കൊണ്ട് ആ നദി 11 മീറ്റർ നദീ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പോരാത്തതിന് റോങ്കിയാങ് ടൗൺ എന്ന് പറയുന്ന ഒരു ടൗൺ ഉണ്ട്. ആ റോങ്കിയാങ് ടൗൺ സമ്പൂർണ്ണമായി മുങ്ങിപ്പോയിരിക്കുന്നു എന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളെല്ലാം തന്നെ ഭയാനകരമാണ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഈ ചിത്രങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ പല പാലങ്ങളും തകർന്നിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. റോഡുകളെല്ലാം തന്നെ ഒലിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. എസ്കലേറ്ററുകളെല്ലാം തന്നെ വലിയ രീതിയിൽ തകർന്നടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മാസ് ആയിട്ടുള്ള ഇവാക്യുവേഷൻ അവിടെ ചൈന നടത്തിക്കൊണ്ടിരിക്കുകയാണ്, അതായത് അവിടെയുള്ള ജനങ്ങളെ മുഴുവൻ മാസ്സായി ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നും റിപ്പോർട്ടുകൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.